ഇപ്പം അമ്മ ഇടയ്ക്ക് വന്ന് ലൈവിലെല്ലാം വന്ന ഒരു കുറച്ച് വിവാദങ്ങളായല്ലേ, എന്താണ് കിച്ചുവിന് പറയാനുള്ളത്? നല്ല സൂപ്പർ, ഒന്നും പറയല്ലേ. വീണ്ടും സോഷ്യൽ മീഡിയയിൽ തരംഗമാകാൻ കൊല്ലം സുധിയുടെ മൂത്തപുത്രനും കൊല്ലം സുധിയുടെ എത്രാമത്തെയോ ഭാര്യയായ രേണു സുധിയും അങ്ങനെ കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോയ്ക്കും എല്ലാവരും ഒരു ലൈക്ക് തരിക. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഇവിടെ വിലയുണ്ട്. കമന്റ് ബോക്സ് ഉണ്ട്, കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം പറയുക. കമന്റ് ബോക്സിന്റെ തൊട്ടപ്പുറേ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിച്ചാൽ അതിലും ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. കാര്യത്തിലേക്ക് വരുന്നതിന് മുന്നോടിയായിട്ട് ഒരു കുഞ്ഞു ഡിസ്ക്ലൈമർ. ഈ രേണു സുധിയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ കാണാൻ താല്പര്യമില്ലാത്തവർ ഇപ്പൊ തന്നെ സ്കിപ്പ് ചെയ്ത് പോയേക്കുക. നിങ്ങൾക്കുള്ള വീഡിയോ പുറകെ തരാം. ഓക്കെ, ഇനി കാര്യം. കിച്ചു ഇനാഗുറേഷൻ ഒക്കെ പോയി തുടങ്ങി. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, ഇന്നാണെന്ന് തോന്നുന്നു. ഇപ്പൊ ഓൺലൈൻ മീഡിയാസ് വഴി ആ വീഡിയോകൾ ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം റീച്ച് ഉണ്ട്, കോൺട്രവേഴ്സി ആകും. കാരണം കിച്ചുവിനോടൊരു ചോദ്യം ചോദിച്ചപ്പോൾ കിച്ചു അതിന് കൊടുത്തൊരു മറുപടി ഉണ്ട്. രേണു സുധി എന്ന് പറയുന്ന വ്യക്തിക്ക് ഇതിലും വലിയ ഉത്തരം അവരുടെ മകൻ എന്ന് പറയുന്ന ആ പയ്യന് കൊടുക്കാനില്ല. അതുപോലുള്ളൊരു ഉത്തരം, നല്ല അട്ടറ് പുച്ഛം ആ പയ്യൻ കൊടുക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിലേക്കൊക്കെ വരാം. കൂടാതെ രേണു സുധി പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടേ, കേൾക്കാം. ഞാൻ എല്ലാം കേൾപ്പിച്ചു തരാം. ആദ്യം കൊല്ലം സുധിയുടെ മകൻ കിച്ചു ഇനാഗുറേഷന് പോയ ഒരു വീഡിയോ നിങ്ങൾ അവിടുന്ന് കണ്ടു തുടങ്ങി. ഉദ്ഘാടിച്ച് അകത്തേക്ക് കയറുന്ന കിച്ചുവിനെ നിങ്ങൾ കണ്ടല്ലോ. ബാക്ക്ഗ്രൗണ്ടിൽ മറ്റേ ചെണ്ട കൊട്ടുന്ന സൗണ്ട് ഒക്കെ ഉണ്ട്. ചിലപ്പോൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ആ സൗണ്ട് ചിലപ്പോൾ കളഞ്ഞേക്കും, പറയാൻ പറ്റത്തില്ല. കാരണം യൂട്യൂബിൽ ഇങ്ങനെയുള്ള സൗണ്ട് ഒക്കെ ചിലപ്പോൾ കോപ്പിറൈറ്റ് തരുവടെ. അപ്പോൾ അതൊക്കെ പോട്ടെ, കണ്ടല്ലോ. കിച്ചു രംഗത്തേക്ക് ഇറങ്ങി. രേണു സുധിക്ക് ഒരു വഴിമുടക്കിയായി മാറുമോ എന്നൊക്കെ ചില ആളുകൾ കമന്റ് ബോക്സിൽ കമന്റ് ഇട്ടിരിക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. രേണു സുധിക്ക് കിട്ടേണ്ടത് രേണു സുധിക്ക് തന്നെ കിട്ടുവടേ, മനസ്സിലായില്ലേ? ഈ 14 ദിവസമൊക്കെ ദുബായിൽ കൊണ്ടുപോയി കിച്ചു സുധിയെ താമസിപ്പിച്ചിട്ട് വലിയ കാര്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അതിനൊക്കെ രേണു സുധി തന്നെ വേണം. അതുകൊണ്ട് തന്നെ രേണു സുധിക്ക് ഒരു തടസ്സമൊന്നും ആവത്തില്ല. കിച്ചുവിന്റെ ഈ ഉദ്ഘാടന പരിപാടി ഇന്ന് ആദ്യത്തേതാണ്, തുടങ്ങിയിരിക്കുകയാണ്. മുന്നോട്ട് ആ ചെറുക്കൻ ഒരുപാട് ഇനാഗുറേഷൻസ് കിട്ടട്ടെ, പൈസ കിട്ടട്ടെ. അവനും ജീവിക്കണ്ടേ മുന്നോട്ട്. എന്തോ പഠിച്ചോണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ചെലവുകൾ അവനും കാണും. അവനും ജീവിക്കാൻ ഇനാഗുറേഷൻസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലത് എന്നേ എനിക്കും പറയാനുള്ളൂ. മനസ്സിലായോ? അടുത്തൊരു ക്ലിപ്പ്. ആദ്യത്തെ ഒരു ഉദ്ഘാടനമാണല്ലേ കിച്ചു, എന്ത് പറയാനാണ്? സന്തോഷം, ഇവര് തന്നെ വിളിച്ചതിൽ വളരെ സന്തോഷം. ഇനിയും കിച്ചുവിന് പുതിയ പുതിയ ഉദ്ഘാടനങ്ങൾ കിട്ടും. എനിക്ക് കിട്ടും, ഇതൊരു തുടക്കമില്ലേ? കിട്ടട്ടെ, നല്ല രീതിയിൽ ഇനാഗുറേഷൻസ് കിട്ടട്ടെ. എന്റെ നാവ് പൊന്നാവൊന്നും വേണ്ട, അത്ര നല്ല നാവൊന്നുമല്ല. പക്ഷേ ആ പയ്യന് കിട്ടട്ടെ ഇനാഗുറേഷൻസ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് അവനും ജീവിക്കണം. തുടങ്ങിയതേ ഉള്ളു കേട്ടോ. ഞാൻ മെയിൻ ആയിട്ടുള്ള വീഡിയോയിലോട്ടൊന്നും വന്നില്ല. നിങ്ങൾ ആരും ചാടി ഇറങ്ങി പോരുത്. മെയിൻ സാധനങ്ങൾ വരുന്നതേ ഉള്ളൂ. ഇത് ജസ്റ്റ് ഒന്ന് തുടക്കത്തിന് വേണ്ടി അങ്ങ് കാണിച്ചെന്നേ ഉള്ളൂ. ഇനിയിപ്പോ കിച്ചുവിനെ ആ ഒരു ഇനാഗുറേഷന് വിളിച്ച ഒന്ന് രണ്ട് ആൾക്കാരുണ്ട്. അവര് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അവര് പറയുന്ന കാര്യങ്ങളെല്ലാം ഇൻഡയറക്റ്റ് ആയിട്ട് രേണുവിനിട്ടുള്ള ഒരു കുത്തലാണെന്ന് കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. ആദ്യം ഇനി നമുക്ക് അങ്ങോട്ട് പോകാം, മുന്നോട്ട്. ഇനി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇന്റർനാഷണൽ ലെവലിൽ നമ്മുടെ ചെക്കൻ നാടെന്ന് ഉദ്ഘാടനം ചെയ്യണം. ഇവനെ തന്നെയല്ലേ ശരിക്ക് വിളിക്കേണ്ടത്? അല്ലേ? അല്ലേ? അതാണ്. കാരണം ഇവനെ ചേട്ടനെ പറിച്ചു വെച്ചിരിക്കുകയാണ്. ഇവനെ തന്നെയാണ് ഈ ഉദ്ഘാടനങ്ങൾക്ക് വിളിക്കേണ്ടത്. ഇവന് തന്നെയാണ് സിനിമയിലും റീൽസിലും മറ്റേ എന്ത് ഷോർട്സ് അങ്ങനെ എന്താ പറയാ, മറ്റേ നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്താലാണ് ശരിക്കുള്ള ചെക്കൻ പുറത്തു കയറുള്ളൂ. രേണുവിനുള്ള ആണിയടിയാണോ? അല്ല, എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. ഷോർട്ട് ഫിലിംസ്, ഷോർട്സ്, സിനിമ, ഇതിലേക്കെല്ലാം വരേണ്ടത് ഇവനാണ് എന്നൊക്കെ ചേച്ചി പറയുന്നു. വരട്ടെ, ആ പയ്യന് കഴിവുണ്ടെങ്കിൽ അവൻ വരട്ടെ കേട്ടോ. വരണ്ടാന്നൊന്നും ഞാൻ പറയത്തില്ല. അവനും ജീവിക്കണ്ടേ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അവൻ വരട്ടെ. നല്ലൊരു കലാകാരന്റെ മകനാണ്, മനസ്സിലായോ?
അവനും ആ ഒരു രീതിയിലൊക്കെ കലാപരമായിട്ട് എന്തെങ്കിലും കഴിവൊക്കെ ഉണ്ടെങ്കിൽ അവന് സ്പേസ് കൊടുക്കുക, അവൻ മുന്നോട്ട് വരട്ടെ, ചെയ്യട്ടെ. ഇനാഗുറേഷൻ ഇപ്പം ഇവരാണ് വിളിച്ചതെങ്കിൽ നല്ല കാര്യം. അവൻ ഇതുപോലുള്ള സ്പേസ് കൊടുക്കുക, അവന് കാശ് കൊടുക്കുക, അവനും അവൻ്റെതായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. പിടികിട്ടിയോ? പിന്നെ രേണുസുതി അഭിനയിക്കുന്ന പോലത്തെ ഷോർട്സിലും സിനിമ എന്ന് പറഞ്ഞ എന്തോ ഒരു അപരാധമൊക്കെ ഇടയ്ക്ക് കാണിച്ചിടാറുണ്ടല്ലോ, 1.5 മണിക്കൂർ 2.5 മണിക്കൂറൊക്കെ യൂട്യൂബില്. അങ്ങനത്തെ പരിപാടിക്കുന്നു എന്റെ പൊന്നു കിച്ചു, നീ പോകരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ നിന്നോട്, വേറൊന്നും പറയാനില്ല. ഓക്കെ, അതുപോലുള്ള പരിപാടികൾക്ക് പോയി തല വെക്കരുത്. നല്ല ഏതെങ്കിലും നമ്മളൊക്കെ മനുഷ്യന്മാര് കാണുന്ന ഈ സിനിമ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, തിയേറ്ററിലൊക്കെ ഇറങ്ങുന്നത്, അതിനകത്തൊക്കെ നീ പോയി അഭിനയിച്ചോ. ഓക്കെ, നിനക്കൊരു വില ഉണ്ടാവും. അല്ലാതെ പൈസക്ക് മറ്റേ ആക്രാന്തം മൂത്തിട്ട് എന്തും അങ്ങ് കാണിച്ചു കൂട്ടിയേക്കാമെന്നും പറഞ്ഞ് രേണുവിനെ പോലെ കാണിച്ചു കൂട്ടാതിരിക്കുക. അത് വളരെ ഇപ്പൊ നിന്നെ സ്നേഹിക്കുന്ന ആളുകൾ തന്നെ നാളെ നിന്നെ കല്ല് വലിച്ചെറിഞ്ഞേക്കാം. അല്ല, രേണുവിന്റെ കേസിൽ അത് സംഭവിച്ചായിരുന്നു. ഈ ബിഗ് ബോസിൽ പോയി തിരിച്ചിറങ്ങിയ സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു ഇവരെ. പിന്നെയും ഇവര് നാട്ടുകാരെ വെറുപ്പിച്ച് ഈ കഴിഞ്ഞ ദിവസം ആ ലൈവ് എല്ലാവർക്കും അറിയാം, ഒരു വീഡിയോ ഒക്കെ ഇട്ട് അതോടുകൂടി തീർന്നു. മനസ്സിലായോ? നാണം കെട്ടു. എനിക്ക് തോന്നുന്നില്ല 1% ആളുകളെങ്കിലും ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ഇറങ്ങുമെന്ന്. കാരണം ആ വീഡിയോ അതിലൂടെ മനസ്സിലായി കാശിന് വേണ്ടി എന്തും സമ്മതിക്കണം, തൊലിക്കട്ടി. അല്ല, അങ്ങനെയുള്ള ചില സ്ത്രീകൾക്ക് മാത്രമല്ല, ചില പുരുഷന്മാരും കാണും. മനസ്സിലായോ? അല്ലെങ്കിൽ ഞാൻ ഇനി ഒരു കാറ്റഗറിയെ മാത്രം അങ്ങ് കുത്തിയെന്നായി. അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരെന്തും ചെയ്യും, എന്ത് വേണമെങ്കിലും. തെറ്റുകൾ മറ്റൊരാളുടെ തലയിൽ തെറ്റിവെക്കുക, അങ്ങനത്തെ പല പരിപാടികൾ ചെയ്യും. അങ്ങനെയുള്ള ഒരാളായിട്ടാണ് എനിക്ക് രേണുസുതിയെ ഈ അടുത്തായിട്ട് തോന്നുന്നത്. എന്താണെങ്കിലും ഇനി മെയിൻ കാര്യം, കിച്ചുവിനോട് ഞാൻ ഈ പറഞ്ഞ ആ ലൈവിലെ രേണുവിന്റെ കുറച്ച് പ്രവർത്തികൾ ഉണ്ടല്ലോ, ഈ ഒരു സാധനമൊക്കെ ചുണ്ട് പൊട്ടിയെന്ന്, ഇതുമായി ബന്ധപ്പെട്ട് കിച്ചുവിനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. ഒന്നുമില്ല, കൂടുതലൊന്നുമില്ല, ഒരൊറ്റ ചോദ്യം. കിച്ചു അതിന് കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട്. അതിൽ നമുക്ക് എല്ലാവർക്കും കാര്യം കത്തും. അവൻ എന്താണ് രേണുസുതി എന്നുള്ളൊരു വ്യക്തി എന്നുള്ളത്, എന്താണ് രേണുസുതി അവന്റെ മനസ്സിലെന്നുള്ളത് ഈ ഒരു ഉത്തരത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. കണ്ടോ? ഇപ്പൊ അമ്മ ഇടയ്ക്ക് വന്ന് ലൈവിലെല്ലാം വന്ന ഒരു കുറച്ച് വിവാദങ്ങളായല്ലേ, എന്താണ് കിച്ചുവിന് പറയാനുള്ളത്? നല്ല സൂപ്പർ, ഒന്നും പറയില്ലേ. നല്ല സൂപ്പർ, ഒന്നും പറയാനില്ല. തൊഴുതാ ചെറുക്കൻ. എനിക്ക് ഒരൊറ്റ കാര്യം പറയാനുണ്ട് ഇവിടുത്തെ ഓൺലൈൻ മീഡിയാസിനോട്. നിങ്ങൾക്ക് കണ്ടന്റ് വേണം, നിങ്ങൾക്ക് ജീവിക്കണം, നിങ്ങൾ ചെയ്തോളൂ. ഓക്കെ, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇവന്റെ അടുക്ക്, കിച്ചുവിൻ്റെ അടുക്ക് രേണുവിനെ പറ്റി കാര്യങ്ങൾ ചോദിക്കാതിരിക്കുക. കാരണം എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അമ്മ എന്താണല്ലോ ആ സ്ത്രീ പറയുന്നത്, കിച്ചുവിൻ്റെ അമ്മ, അവനും അമ്മ എന്ന് തന്നെയാണ് എല്ലായിടത്തും പറയുന്നത്, അല്ലാതെ രേണുസുതി എന്ന് പറയുന്നില്ല. അതുകൊണ്ട് ആ വാക്കിന് വിലയില്ലാതാക്കരുത്, വിട്ടുകള. അവൻ എന്തു മറുപടി പറഞ്ഞാനാ, എന്തു പറയാനാ പയ്യൻ? അത് അവരുടെ ഇഷ്ടമാണ്. ബാക്കി ഇതിനു മുമ്പ് അവൻ പറഞ്ഞിട്ടുണ്ട് എല്ലാം അവരുടെ ഇഷ്ടം, ആയിക്കോട്ടെ. ഈ കഴിഞ്ഞ ദിവസം കാണിച്ചതിനേക്ക് അവരുടെ ഇഷ്ടം എന്ന് പറഞ്ഞ് അവൻ ഒരിക്കലും അങ്ങോട്ട് തള്ളിക്കളയാൻ പറ്റത്തില്ല. അങ്ങനെ ഉറപ്പായിട്ടും ഒരു കൂട്ടം ആൾക്കാർ അവനെ കല്ലെറി. എടാ നിന്റെ അമ്മയല്ലേടാ, നിനക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൂടാ എന്നും പറഞ്ഞ് കുറെ ആൾക്കാർ വരും. അവനെന്ത് പറഞ്ഞ് മനസ്സിലാക്കാനാ? ഇല്ലെങ്കിൽ സാരമില്ല, നിനക്ക് എങ്ങനെ സാരമില്ല എന്ന് പറയാൻ പറ്റുന്നു? ഇങ്ങനെയാണോ ഒരു സ്ത്രീ ചെയ്യേണ്ടത്? ഇത് കണ്ടിട്ട് നീ എന്താ മിണ്ടാതിരിക്കുന്നത്? അവന് മിണ്ടാതിരിക്കാനേ പറ്റൂ. അവൻ എന്ത് പറയാനാ അവരോട്? അവൻ പറഞ്ഞ ഉടനെ അവർ നിർത്തുവോ? മാസം 7.5 ലക്ഷം രൂപ എങ്ങാണ്ട് അവർക്ക് ഇപ്പൊ കിട്ടുന്നുണ്ടെന്നാണ് തോന്നുന്നത്. 3000-ന് മേളിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അത്രയും പൈസ കിട്ടുന്ന ഒരാൾ കിച്ചു പറഞ്ഞെന്നും പറഞ്ഞങ്ങ് നിർത്തുവോ ഇത്? എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ആ പയ്യനോട് ഇതിനെപ്പറ്റി ചോദിക്കാതിരിക്കുക. മാനസികമായിട്ട് ഈ ഒരു കാര്യത്തിൽ അവൻ തളർന്നിരിക്കുകയായിരിക്കും. മനസ്സിലായോ? കൂട്ടുകാരുടെ ഫ്രണ്ടിൽ കൂട്ടുകാരൊക്കെ അവൻ്റെ കൂടെ കാണും. പക്ഷെ അവൻ ഇല്ലാത്ത സമയങ്ങളിൽ ഉറപ്പായിട്ടും ഈ കൂട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, എന്തുവാടാ അവൻ്റെ അമ്മ കാണിക്കുന്നത്? ആ ചെറുക്കൻ്റെ അവസ്ഥ അതൊന്ന് മനസ്സിലാക്കിയാൽ മതി. നിന്റെ കാമുകി എന്താടാ കാണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ തള്ളിക്കളയാം. നമുക്ക് പിടികിട്ടിയോ? നിന്റെ ഭാര്യ എന്താണ് ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചാലും വേണമെങ്കിൽ തള്ളിക്കളയാം. കുറച്ച് പാടാണ്, എന്നാലും വേണമെങ്കിൽ തള്ളിക്കളയാം. പക്ഷേ സ്വന്തം അമ്മ അല്ലെങ്കിൽ പോലും ആ ചോദ്യം കൂടെ നിൽക്കുന്നവർ ചോദിക്കുമ്പോൾ അവൻ്റെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ ഈ വീഡിയോ എടുക്കാൻ ചെന്നിട്ട് ഈ ഓൺലൈൻ മീഡിയക്കാരത് ചോദിക്കുമ്പോൾ അവൻ എന്തു പറയാനാ? അവൻ്റെ അവസ്ഥ നമ്മളൊന്ന് മനസ്സിലാക്കണം. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇനി നമുക്ക് രേണുവിലേക്ക് പോവാം. കൂടുതൽ ഞാൻ വലിച്ചു നീട്ടുന്നില്ല. ഇനി രേണുവിലേക്ക് പോവാം പെട്ടെന്ന് തന്നെ. രേണു 1-2 കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് അത് കേൾക്കാം, എന്നിട്ട് ബാക്കി. പ്രായം ഒരു പ്രശ്നമല്ലെന്നല്ലേ? അല്ലല്ല, പ്രശ്നമല്ല. അപ്പോൾ 22 വയസ്സുള്ള ഒരു പയ്യനെ കല്യാണം കഴിക്കും. എനിക്കും ആ പയ്യനും ഇഷ്ടമാണ്, ഞങ്ങൾ 2 കല്യാണം കഴിക്കും. 22 അല്ല 20 വയസ്സാണെങ്കിലും എനിക്ക് ഇഷ്ടമാണെങ്കിൽ അവൻ ഇഷ്ടമാണ്. 21 അല്ല, അതല്ല 21 ആണ് ഇപ്പൊ ഏജ്. അല്ല, കല്യാണം കഴിക്കണം. 21 ആണെങ്കിലും എനിക്ക് 34, ചെറുക്കന് 21 ആണെങ്കിലും ഞങ്ങൾ രണ്ടും
എനിക്കിഷ്ടമാണ്, അവനിഷ്ടമാണ്, ഞങ്ങൾ രണ്ട് കല്യാണം കഴിച്ചു. ചേച്ചി ഇത്രയും മൂത്ത് നടക്കുകയാണെന്ന് നാട്ടുകാരോട് ഇങ്ങനെ പച്ചയ്ക്ക് വിളിച്ച് പറയാതെ എനിക്ക് അത്രേ പറയാനുള്ളൂ. എന്തോ പറയണം ഇതിനെയൊക്കെ. നാട്ടുകാരിത് കേൾക്കുന്നുണ്ട്. ഓൺലൈൻ മീഡിയാസ് വീഡിയോ എടുക്കുമ്പോൾ ഇത് വേറെ 100 പേരിലേക്ക് എത്തും എന്ന് ബോധമുള്ളവർ ഇങ്ങനത്തെ വർത്താനം പറയുമോ? തെറി കേൾക്കാൻ ആഗ്രഹമില്ലാത്തവര് ഈ വർത്താനം പറയത്തില്ല. തെറി കേട്ടോട്ടെ, എനിക്ക് റീച്ച് കിട്ടിയാൽ മതി എന്നുള്ള മൈൻഡ് ഉള്ളവർക്ക് മാത്രമേ ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. എനിക്ക് 24-21 വയസ്സുള്ള പയ്യൻ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും അങ്ങോട്ട് കെട്ടും, ചാടിക്കേറി ഞാൻ അങ്ങോട്ട് കെട്ടും. എന്തുവാ ഇത്? അല്ല, എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക. ഇങ്ങനെയാണോ പബ്ലിക്കിൽ ഒരാൾ പറയുന്നത് പേഴ്സണൽ ലൈഫിന്റെ കാര്യം? അത് പേഴ്സണലായിട്ട് അങ്ങ് ചെയ്താൽ പോരെ. ഈ നാട്ടുകാരോട് വന്ന് തൊലിക്കേണ്ട കാര്യം എന്താ? എനിക്കത് പിടികിട്ടാത്ത. വൈ ഷീ ഈസ് ഡൂയിങ് ലൈക്ക് ദിസ്? അപ്പൊ അവർക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ, റീച്ച്, കഷ്, അതിനുവേണ്ടി എന്തും. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, കിച്ചു ഓൾറെഡി വെറുത്തു. ഇനി വളർന്നു വരുന്ന വേറൊരു പയ്യനുണ്ട്, ഋതപ്പൻ. അവന് ഒരു ബോധം വരുന്ന സമയമാകുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങളുടെ ഈ പുറത്ത് വന്ന ഈ ക്ലിപ്പുകളൊക്കെ ഉണ്ടല്ലോ, അവൻ കാണും. തീരും രേണു, മനസ്സിലായില്ലേ? തീരും. അന്ന് അവര് പുച്ഛിക്കും നിങ്ങളെ. നിങ്ങൾ അതൊന്നും മനസ്സിലാക്കും. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇനി ഈ ചുണ്ട് പരിപാടി, ലൈവിന്റെ കേസ്, അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതിനി കേക്ക്. ഈ സബ്സ്ക്രിപ്ഷൻ ഒരു പ്രശ്നമായി മാറുന്നുണ്ടോ? ഒരു പ്രശ്നമില്ല. സബ്സ്ക്രിപ്ഷൻ 3500 കഴിഞ്ഞില്ലേ? സന്തോഷമല്ലേ? കുറ്റം പറഞ്ഞിട്ട് പുതിയ സബ്സ്ക്രിപ്ഷൻ ഒക്കെ തുടങ്ങിയല്ലോ, നമ്മൾ ജീവിക്കാൻ വേണ്ടിട്ടല്ല. അതല്ല, വീഡിയോ വേറെ ആൾക്കാരെടുത്ത്, സബ്സ്ക്രിപ്ഷൻ വീഡിയോ വേറെ ആൾക്കാരെടുത്ത് ഇടുന്നതിന് എന്തെങ്കിലും പ്രശ്നമായിട്ട് തോന്നുന്നുണ്ടോ? നല്ല കാര്യമല്ലേ? ലീക്ക് എന്തായാലും ലീക്കാകും. അതുകൂടി എനിക്ക് സബ്സ്ക്രിപ്ഷൻ കൂടിക്കൊണ്ടിരിക്കുമല്ലേ. അപ്പൊ അങ്ങനെ പോകുന്നത് നല്ല കാര്യമാണെന്നാ പറയുന്നത്. അങ്ങനെ പോകുന്നത് നല്ലതായിട്ട് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പിന്നെ എന്ത് നമ്മൾ എന്ത് പറഞ്ഞാലും അവരങ്ങനെ ചെയ്യത്തുള്ളൂ. അപ്പൊ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് എന്താ കാര്യം? കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് പോവാം. എന്തായാലും സബ്സ്ക്രിപ്ഷൻ എടുക്കാത്തവർക്കും കൂടി എന്റെ വീഡിയോകളൊക്കെ കാണാൻ വളരെ. പക്ഷെ അത് ഒറിജിനൽ സംഭവമായിരുന്നു, സബ്സ്ക്രിപ്ഷനിൽ ഇട്ടതാണോ? സബ്സ്ക്രിപ്ഷൻ ഞാനൊന്നും ഇട്ടതല്ല, ഞാൻ ലൈവ് പോയതായിരുന്നു. ഇനി എന്താ ചോദിക്കാറ്? ലൈവ് വീഡിയോ ആണല്ലോ അത്. ഇനി ആണെന്ന് പറഞ്ഞല്ലോ. എന്താ മതി. സബ്സ്ക്രിപ്ഷനിൽ ഞാനൊന്നും ഇട്ടതല്ല, ലൈവ് അങ്ങ് പോയതാന്നേ. ഞാൻ ലൈവായിട്ട് കാണിച്ചു കൊടുത്തതാ. എന്താ പറയണ്ടേ? സീരിയസ്ലി എന്താ പറയണ്ടേ ഇതിനെയൊക്കെ? നിങ്ങൾ ഇട്ടതാണെങ്കിലും ലൈവ് പോയതാണെങ്കിലും കാണിച്ച കാര്യം അതെന്താണെന്ന് മാത്രം സംസാരിച്ചാ പോരെ? റേണു ചുതി. അല്ല, പിന്നെ നിങ്ങൾ പറയുന്നു ഈ എടുത്തോണ്ട് പോകുന്ന ആൾക്കാരെ നിങ്ങളുടെ അതിനകത്തുനിന്ന് എടുത്ത് പുറത്തു കൊണ്ടിടുന്നു. അത് കഴിഞ്ഞ ദിവസം അവരെയൊക്കെ ഇരുന്ന് തെറി പറയുന്നുണ്ടായിരുന്നു. നാണമില്ലേടാ എന്റെ വന്ന് കണ്ടിട്ടെടുത്ത് പുറത്തിടാൻ, നാണമില്ലേടാന്ന് ചോദിച്ചു. ഇപ്പൊ എന്നിട്ട് ഇടട്ടെ, ആഘോഷിക്കട്ടെ. സബ്സ്ക്രിപ്ഷൻ എടുക്കാത്തവർക്കും എന്റെ കാണാനുള്ളൊരു കിട്ടുന്നുണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് സബ്സ്ക്രിപ്ഷൻ കൂടുന്നല്ലേ ഉള്ളൂ. എവിടെങ്കിലും ഒരിടത്ത് നിൽക്കുമോ എന്നെ ചേച്ചി? അത്ര എനിക്ക് പറയാനുള്ളൂ. എവിടെങ്കിലും ഒരിടത്ത് നിൽക്ക്. ഈ അവിടെ ഇവിടെയും ചാടി തുള്ളി നിൽക്കാതെ. എടുത്താ കുഴപ്പം, എടുത്തില്ലേ കുഴപ്പം. പൈസ നല്ലതാ, ഞാൻ പക്ഷെ നേരത്തെ പറഞ്ഞല്ലോ, ഒരു കുഞ്ഞതും കൂടെ വളർന്നു വരുന്നില്ലേ, പുച്ഛിക്കും. അത്ര എനിക്ക് പറയാനുള്ളൂ. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ. അടുത്ത വീഡിയോയിൽ നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. എത്രയും പെട്ടെന്ന് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.